കാത്തിരുന്ന് വീണ്ടും ഒരു ഓണക്കാലം വന്നെത്തിയിരിക്കുകയാണ്. ഓണപ്പൂക്കളോ ഓണക്കളികളും ഓണസദ്യയൊക്കെ ആയിട്ട് ഓണം അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് നമ്മൾ മലയാളികൾ. അതിനിടയ്ക്ക് ഓണക്കോടിയില്ലാതെ എന്ത് ആഘോഷമല്ലേ? ഓണക്കോടി നമ്മൾ ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക കേരളത്തനിമയില്ല നല്ല കൈത്തറി വസ്ത്രങ്ങളാണ്. കുത്താമ്പുള്ളിയിലെ കൈത്തറി വസ്ത്രങ്ങൾ മലയാളികൾക്ക് എന്നും ഒരു ഹരമാണ്. അങ്ങനെ കുത്താമ്പുള്ളിയിലുള്ള നെയ്ത്ത് ഗ്രാമത്തിലൂടെ ഓണക്കാലത്ത് ഒരു യാത്ര നടത്തുകയാണ് നമ്മൾ. കുത്താമ്പുള്ളി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലോട്ട് വരുന്നത് കേരള സാരികൾ, കസവ് സാരി, മുണ്ട് അങ്ങനെയൊക്കെയാണല്ലോ. ഒരു കേരള തനിമയാണ് കുത്താമ്പുള്ളി എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് ഓടി വരുന്നത്. നമ്മുടെ കർണാടകയിൽ നിന്നും 1600 കാലഘട്ടങ്ങളിൽ ഒന്ന് ടിപ്പുവിൻ്റെ പാളയോട്ടകാലം തുടങ്ങുന്ന സമയത്താണ് കൊച്ചി രാജാവിന് വസ്ത്രം നെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ആളുകളെ ദേവാങ്കർ എന്ന് പറയുന്ന കുറച്ച് നെയ്ത്തുകാരെ നമുക്ക് കുത്താമ്പുള്ളിയിൽ കൊണ്ടുവന്ന് പാർത്തുന്നാണ് അവരുടെ വസ്ത്രം നെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ വരുന്ന സമയത്ത് കേരളത്തിൽ പുഴയോരങ്ങളിലാണ് കൂടുതലും നമ്മുടെ ആളുകൾ ജനവാസം ഉണ്ടാവുക. അപ്പോൾ നൂൽ നോക്കുക, നൂല് കഴുകാനും പിടിക്കാനുള്ള ഒരു സൗകര്യത്തിനാണ് ഈ പുഴയുടെ വക്കത്ത് ഇവരെ കൊണ്ടുവന്ന് പാർപ്പിച്ചത്. അങ്ങനെ കൊച്ചി രാജാവിന് വസ്ത്രം നെയ്യാൻ വേണ്ടി കുറച്ച് ആളുകൾ വന്ന് ഇവിടെ ഇരുന്നവരാണ് കുത്താമ്പുള്ളിക്കാരെല്ലാവരും. അപ്പോൾ അങ്ങനെ കൊച്ചി രാജാവിന് വസ്ത്രം നെയ്തുകൊണ്ടിരുന്ന സമയത്ത് പട്ടുസാരികളും പിന്നെ അതുപോലെ കേരള തനിമയിൽ സെറ്റ് സാരി, സെറ്റ് മുണ്ട് ആ വഴിക്ക് പോയി. അപ്പോൾ ഈ നെയ്ത്ത് മാത്രമായിട്ട് ചുരുങ്ങി. പണ്ടുകാലത്തൊക്കെ 1200ഓളം തരികളൊക്കെ നമ്മുടെ കുത്താമ്പുള്ളി ഗ്രാമത്തിലുണ്ടായിരുന്നു. ഒരുപാട് ലേബറിൻ്റെ പ്രശ്നങ്ങളും നെയ്ത്തിനുള്ള ആളില്ലായ്മ കൊണ്ടും ഇതൊക്കെ ഇങ്ങനെ കുറഞ്ഞ് ഇപ്പോൾ കുത്താമ്പുള്ളി ഗ്രാമത്തിൽ 1200ഓളം തരികളാണ് ഉള്ളത്. നമ്മുടെ മൈസൂരുള്ള ചാമുണ്ഡി ഹിൽസാണ് നമ്മുടെ പൂർവികം എന്ന് പറയുന്നത്. ചാമുണ്ഡി ഹിൽസിൽ ഉള്ള ചാമുണ്ടേശ്വരി ദേവിയാണ് നമ്മുടെ കുലദേവത. കുലദേവതയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ 2 ക്ഷേത്രങ്ങളിലുള്ളത്. അപ്പോൾ ആ ക്ഷേത്രത്തിന് അനുബന്ധിച്ച് 700ഓളം കുടുംബങ്ങളാണ് നമ്മുടെ ഈ ഗ്രാമത്തിൽ താമസിക്കുന്നത്. എന്നാൽ നമ്മുടെ സെറ്റ് സാരികളൊക്കെ ഇവിടെയാണ് കൂടുതലും നെയ്ത് വരുന്നത്. ഇത് കഴിഞ്ഞാൽ ബലരാമപുരമാണുള്ളത്. നമ്മൾ ഈ കൈത്തറിയിൽ ഇപ്പോൾ ഇവർ നെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ ടിഷ്യൂ സെറ്റ് മുണ്ടാണ് നെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2 തരി വേണം ഒരു സെറ്റ് മുണ്ട് നെയ്യണമെങ്കിൽ. ഒരു ചെറിയ ഇതും മുകളിലേക്ക് ഇടാനുള്ളതും ഒന്ന് ഉടുക്കാനുള്ളതും. അങ്ങനെ ഇത് മുകളിലേക്ക് ഇടാനുള്ള പെഡോ സെറ്റ് മുണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടിഷ്യൂവിൽ 3 ഇഞ്ചിൻ്റെ കസവാണ് അതെ, കസവിൽ ചെയ്യണം. ഇതിന് അച്ചെന്നാണ് പറയുക. ഇത് അച്ചാണ്. അപ്പോൾ അച്ചിൽ ഇതിൽ ഓരോ ഇഴകളും 4800ഓളം ഇഴകൾ ചേർന്നിട്ടാണ് ഒരു സെറ്റ് മുണ്ടിൻ്റെ ഒരു വീതി ഉണ്ടാവുന്നത്. ഇത്രയാണ് ഒരു ഇഴ ഉണ്ടാവുള്ളൂ. ഇത്രയും ചെറിയൊരു സെറ്റിനാണ്. ഇത് തറി എന്നാണ് പറയുക. ഇത് റോളാണ്. ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു 5-6 പേര് വേണം ഇതിനെ ഈ രൂപത്തിൽ എത്തിക്കാൻ. പുറത്ത് ആ റോട്ടിലാണ് ഇത് ഈ റോളിലേക്ക് ചുറ്റിയെടുക്കുക. അപ്പോൾ ഇതിനൊരു 6 ആൾ വേണം. അതിൽ ചെയ്തിട്ടാണ് ഇവർ വന്ന് ഇത് ചെയ്യുക. ഒരു 2 ദിവസം കൂടുമ്പോൾ ഒരു സെറ്റ് മുണ്ട് 2 വെച്ചാവും. ഇപ്പം കുത്താമ്പുള്ളിയുടെ കാര്യം എടുത്താണെങ്കിൽ ഒരുപാട് കടകൾ കുണുപോലെ മുളച്ച് പൊന്തിയിട്ടുണ്ട്. അതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്? കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ ഷോപ്പുകളിൽ നിന്നും പുറത്തേക്ക് പോയിട്ട് ആരും വസ്ത്രം വാങ്ങാത്ത ഒരവസ്ഥയാണ്. ആ സമയത്ത് ഓൺലൈനിലൂടെയാണ് എല്ലാവരും വസ്ത്രവ്യാപാരം നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓൺലൈനിലൂടെ വസ്ത്രം വിറ്റ് അങ്ങനെ ക്ലിക്കായതാണ് മൊത്തം കുത്താമ്പുള്ളി ഗ്രാമം തിരഞ്ഞു പിടിച്ച് വരാൻ കാരണം. അപ്പോൾ തീർത്തും 100% കൈത്തറിയാണെന്നും പറയാൻ പറ്റില്ല. എന്നാലും കൈത്തറിയുടെ പേരും പറഞ്ഞ് പവർലൂം വിൽപ്പനയും ഉണ്ട് ഇവിടെ. തിരിച്ചറിയാൻ പറ്റും ഈ പവർലൂം? തീർച്ചയായിട്ടും തിരിച്ചറിയാം. പവർലൂമും കൈത്തറിയും തമ്മിൽ തിരിച്ചറിയാം. ഇന്നത്തെ തലമുറയിൽ എല്ലാവർക്കും അതിനെക്കുറിച്ച് ധാരണയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഷോപ്പിലുള്ള ആളുകളും അത് പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങളില്ല. അതൊരു 1000 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഇതൊരു 4000 രൂപ വരും. അങ്ങനെ ഒരു 4 ഇരട്ടി കൂടുതലാവുന്നത് കൊണ്ട് ആളുകൾക്ക് യൂസ് ചെയ്യാൻ 1-2 തവണ യൂസ് ചെയ്യാൻ പവർലൂമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ് അതെടുത്ത് കൊണ്ടുപോകുന്ന ആളുകൾ കുറയാണ് കൂടുതലാണ്.
ഇതിൽ കൂടുതലും പോകുന്നത് പവർലൂം ഐറ്റംസാണ്. നമ്മുടെ കൈത്തറി ഐറ്റംസ് കുറച്ച് ആൾക്കാരാണ് എടുക്കുന്നത്. ഇതിൻ്റെ അതായത് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ നല്ല ഇത് വരുന്നതുകൊണ്ട് നല്ല ഇതിനെക്കുറിച്ച് അറിയുന്നവർ മാത്രമേ ഇത് എടുക്കൂ. അങ്ങനൊരു പ്രത്യേകതയുണ്ട്. 2 ടൈപ്പ് തറികളുണ്ട്. ഒന്ന് കുഴിത്തറിയും ഒന്ന് ഹാൻഡ് മോളിൽ നിന്ന് ഇന്ന് നെയ്യുന്ന തറി. ഇത് കിഴിത്തറിയാണ്. നമ്മുടെ ഈ ഡിസൈൻ വർക്ക് വരുന്നതെന്ന് വെച്ചാൽ ഹൈറ്റ് വേണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മൾ കേരള സാരി, കേരള ഐറ്റങ്ങൾ വൈറ്റിൻ്റെ ഇതിൽ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിലെ ഡിസൈൻ വർക്ക്. മുന്താണിയിലൊക്കെ ഈ മയിൽപ്പീലികൾ പോലെ വരുന്നുണ്ടല്ലോ, അതിൽ നിന്നാണ് ഈ സെറ്റായി വരുന്നത്. ഈ കാണുന്ന ഓരോ ഇതാണ് സെറ്റാണ് ഇത് ഓരോന്ന് ഇത് ചെയ്യും. നമുക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ എത്തിക്കഴിഞ്ഞാൽ ഏത് ഡിസൈനാണോ ആ ഡിസൈൻ മാറി വരും. ഈ കൈത്തറി വസ്ത്രങ്ങൾക്ക് പ്രത്യേക മാർക്കറ്റാണ്. പ്രത്യേകിച്ച് കുത്താമ്പുള്ളി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വലിയ കാര്യമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് കുത്താമ്പുള്ളിയിലെ കൈത്തറി തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടും. തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. നമുക്ക് ഇതിൻ്റെ കൂലി മാത്രമേ കിട്ടുള്ളൂ. ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് മുഴുവനും മുതലാളിമാർക്കാണ്. ഈ എൻ്റെ പ്രായത്തോടി കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തിന് കുറവായിട്ടുള്ളവർ ആരുമേ ഇല്ല. കൈത്തറി മേഖലയിൽ പുതിയതായിട്ട് ആരും വരുന്നില്ല. ഇത് എത്ര നമ്മൾ ബുദ്ധിമുട്ടി നെയ്താലും ഒരു കാലത്ത് 6 മണി മുതൽ 8 മണി, രാത്രി 10 മണി വരെ പണിതാലും എത്ര ബുദ്ധിമുട്ടി പണിത് 500 രൂപയ്ക്ക് മേലെ പണിയാൻ പറ്റില്ല. നമ്മളെ ചെറുപ്പം മുതൽ ഇത് തന്നെയാണ് പണിയായതുകൊണ്ട് നമുക്ക് വേറെ പണിക്കൊന്നും പോകാത്തതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ പോകുന്നു. നമ്മുടെ കുട്ടികളെ നമ്മൾ ഇതിൽ എന്ത് കാരണവശാലും നമ്മൾ ഇതിൽ ചെയ്യാൻ പറ്റില്ല. കൈത്തറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈത്തറി ഗ്രാമത്തിലെ തേടി കുത്താമ്പുള്ളിയെ തിരഞ്ഞു വരുന്നത് മുഴുവനും കൈത്തറി കാണാൻ. നമുക്ക് കൈത്തറി ഇവിടെ വന്നു കഴിഞ്ഞാൽ കൈത്തറി വസ്ത്രം കിട്ടും എന്ന രീതിയിലാണ് കുത്താമ്പുള്ളിയിൽ വരുന്നത്. അപ്പം നമുക്ക് ഒരു കൈത്തറി മ്യൂസിയം ഉണ്ടെങ്കിൽ ആ കൈത്തറി മ്യൂസിയത്തിൽ വന്നിട്ട് ജനങ്ങൾക്ക് ഇത് കൈത്തറി ഇങ്ങനെയാണ് നെയ്യുന്നത്, ഇങ്ങനെയാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്യുക, ഈ രീതിയിലാണ് ഇതിൻ്റെ ലേബർ ചാർജ് ഇത്ര വരുന്നുണ്ട്, ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു മ്യൂസിയം വേണമെന്നാണ് നമുക്കൊരു ഇത്.